ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പല മണ്ഡലങ്ങളിലും അപരന്മാർ രംഗത്ത്. ചില മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഒന്നിലേറെ അപരന്മാരുണ്ട്. അതേസമയം എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിൽ അപരന്മാരേയില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അപരന്മാരും കളം നിറയുകയാണ്. സ്വമേധയാ രംഗത്ത് വന്നവരും എതിർ സ്ഥാനാർത്ഥികളെ വെള്ളം കുടിപ്പിക്കാൻ മുന്നണികൾ തന്നെ കൊട്ടേഷൻ നൽകിയവരും ഇക്കൂട്ടത്തിലുണ്ടാകും. പൊന്നാനിയിൽ LDFനും UDFനുമുണ്ട് അപരന്മാർ. KS ഹംസയ്ക്ക് അപരന്മാരായി ഹംസ കടവണ്ടിയും ഹംസയും. MP അബ്ദുസമദ് സമദാനിക്ക് അപരനായി അബ്ദുസമദ്. 3 കരീമുമാരെ കൊണ്ടാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം നട്ടം തിരിയുന്നത്. UDF സ്ഥാനാർത്ഥി MK രാഘവനുമുണ്ട് 3 അപരന്മാർ. P രാഘവൻ, T രാഘവൻ, N രാഘവൻ. K ശൈലജയും വെറും ശൈലജയും എന്തിന് KK ശൈലജ തന്നെയുമുണ്ട് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി യഥാർത്ഥ KK ശൈലജയ്ക്ക് പകരം വയ്ക്കാൻ. ഷാഫിക്കുമുണ്ട് അപര വിമത ശല്യം. കോട്ടയത്തു നിറഞ്ഞു കളിക്കാൻ ഫ്രാൻസിസ് ജോർജ് മാർക്കും പഞ്ഞമില്ല. ശശി തരൂരിന് അപരനായി 71കാരനായ ശശിയും കളത്തിലുണ്ട്. പ്രകാശുമാരെ കൊണ്ട് സമ്പന്നമാണ് ആറ്റിങ്ങൽ. അപരന്മാരിൽ ആരൊക്കെ തുടരും, ആരൊക്കെ പിൻവലിയുമെന്നത് കാത്തിരുന്നു കാണണം. എന്തായാലും അപരന്മാരായ ഈ പഹയന്മാർ തങ്ങൾക്കൊരു തലവേദനയേ ആകില്ലെന്നാണ് മുന്നണി സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.